അപ്പം ഇതിപ്പോൾ നമ്മൾ സിസേറിയൻകാർക്ക് അങ്ങനെയാണെങ്കിൽ ഹീലായാലാണല്ലോ നമുക്ക് കഠിനമായ വർക്കൗട്ടുകളിലോട്ട് വരാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ട് ഇപ്പം അവർക്കും ആക്റ്റീവ് ആണല്ലോ. ഇപ്പം ബ്രീതിങ് എക്സസൈസസ് ഞാൻ പ്രസവിക്കുന്നതിന് മുന്നേയും അത് കഴിഞ്ഞു എല്ലാം എൻ്റെ അമ്മ നിർബന്ധിച്ച് ചെയ്യിച്ചപ്പോൾ എനിക്ക് വയറ് സിസേറിയൻ ആയിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കണ്ട, അമ്മ ശ്വാസം വിടാൻ പറ്റാത്ത എന്നെ കൊണ്ട് എന്തിനത് ചെയ്യിപ്പിക്കണം? അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. വയറ് കുറയണമെങ്കിൽ ഈ ശ്വാസം പിടിച്ചിട്ടുള്ള വർക്ക് അത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അമ്മ പിറ്റേ ദിവസം തന്നെ 4th day 5th day വയറ് കെട്ടി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. വയറ് കെട്ടുന്നു, അതിനുശേഷം ബെൽറ്റ് എടുത്തു. ഞാനിതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഒന്ന്, ഈ വയറ് കെട്ടൽ ശരിക്കും ആവശ്യമാണോ? വയറ് കെട്ടൽ പലരുടെയും വിചാരം നമ്മൾ വയറ് കെട്ടുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ ഈ വയറ് കെട്ടുന്നതും വയറ് കുറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മൾ വയറ് കിട്ടുന്നതിന് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ കോർ മസിൽസ് ഭയങ്കര വീക്കായിരിക്കും. ഇപ്പം നമുക്കൊന്ന് കുഞ്ഞിൽ നിന്ന് ഈവൻ കുഞ്ഞിൻ്റെ ഒരു ഡയപ്പർ മാറ്റാനോ ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും. കാരണം അത്രയും നമ്മൾ വീക്കാവുകയാണ്, കോർ മസിൽസ് ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു ടമ്മി ടക്കർ കെട്ടുന്നത് നമുക്ക് അമ്മയ്ക്ക് ആ ഒരു ഡെയിലി ഫങ്ഷൻസ് ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഈസിയർ ആക്കാൻ വേണ്ടി നമ്മൾ വയറ് കെട്ടുന്നതാണ്. പക്ഷെ പലരും ഇത് വയറ് കുറയുന്നതായിട്ട് റിലേറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓട്ടോമാറ്റിക്കലി ത്രൂ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ യൂട്രസിൻ്റെ സൈസ് കൂടുമല്ലോ. ഈവൻ ഒരു 500 times വരെ യൂട്രസിന് എക്സ്പാൻഡ് ആവാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആഫ്റ്റർ ഡെലിവറി ആദ്യത്തെ ഒരു ഫ്യൂ വീക്സിൽ ഈ യൂട്രസ് അതിൻ്റെ സ്റ്റേറ്റിൽ എങ്ങനെയാണോ അതുപോലെ അത് ചുരുങ്ങും. ഇൻവല്യൂഷൻ എന്ന് അതിന് പറയാം പ്രോസസ്സിന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആദ്യത്തെ ഫ്യൂ വീക്സിൽ ഈ യൂട്രസ് ചുരുങ്ങും. അപ്പോൾ അത് ചുരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി വയറ് ചെറുതായിട്ട് കുറയും. അപ്പോൾ പലരും വിചാരിക്കുമോ ഞാൻ ഈ വയറ് കെട്ടി വെച്ചുകൊണ്ടാണ് ഇത് കുറഞ്ഞത്. പക്ഷെ വയറ് കെട്ടിയതല്ല, ഈ യൂട്രസ് സൈസ് കുറഞ്ഞത് കൊണ്ടാണ് അവിടെ വയറ് ആക്ച്വലി ഒരു ചേഞ്ച് വരുന്നത്. ഈ ടമ്മി ടക്കർ കെട്ടുന്നതിൻ്റെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് കോർ മസിൽസിനൊക്കെ ബാക്ക് മസിൽസിനൊക്കെ കുറച്ചൊരു സപ്പോർട്ട് കിട്ടും. അതിന് വേണ്ടി മാത്രമല്ല, അത് വയറും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്തായാലും ഞാനങ്ങനെ ബന്ധപ്പെടുത്തി കെട്ടി ഞാൻ ഓരോ തവണയും. പക്ഷെ അത് ഭയങ്കര അസ്വസ്ഥതയാണ്. ഈ കെട്ടൽ ഒരു സുഖമില്ല. പ്രത്യേകിച്ച് ആ ടമ്മി ടക്കറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടുമ്പോൾ ഞാൻ വയറ് കുറയട്ടെ. അതല്ലായിരുന്നു. എന്നാലും കോർ മസിൽസിന് ഹെൽപ്പ് ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി വർക്കൗട്ട്, ഈ പ്രഗ്നൻസി കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ സിസേറിയൻകാർക്ക് കുറേ കാലം വേറെ പറ്റത്തില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വർക്കൗട്ട്സ് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഡെലിവറി കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതെനിക്ക് തോന്നുന്നു രേണു അത് അറിയാതെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ അമ്മയോട് യു ഹാവ് ടു ബി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ആക്ച്വലി. കാരണം നമ്മൾ ബ്രീതിങ് എക്സസൈസ് ഈവൻ നമുക്ക് വെരി നെക്സ്റ്റ് ഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മുടെ ഈ ഡെലിവറി കഴിഞ്ഞ് ട്രൈ ചെയ്തിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ ബേസിക് ബ്രീതിങ് ചെയ്യാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേദന. അതെ, അത് നമുക്ക് മസിൽസ് വീക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ വൺസ് യു ഡു ലൈക്ക് 10 times 20 times ഗ്രാജുവലി ആ ബ്രീതിങ് എക്സസൈസിൻ്റെ ഫ്രീക്വൻസി കൂടുക വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയർ ആവുന്നുണ്ടല്ലോ എന്ന് തോന്നും. ആദ്യം എനിക്ക് ഒരെണ്ണം പോലും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, പിന്നെ എനിക്കൊരു 10 എണ്ണം ചെയ്യാം, 20 എണ്ണം ചെയ്യാം. അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ നമ്മൾ കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ സെക്ഷൻ, അതായത് ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം സ്റ്റേജ് ഏതാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യാൻ നമ്മുടെ അസസ്മെൻറ്റ് ചെയ്യാം. അതായത് ഒരു ക്വാളിഫൈഡ് ആളുടെ അടുത്ത് പോയിട്ട് ഇപ്പം എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഫിറ്റ്നസ് ലെവൽ, എങ്ങനെയാണ് നമ്മുടെ കോർ കണ്ടീഷൻ, എന്താണ് നമുക്ക് ഡയാസ്റ്റാസിസ് റെക്ടയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് തുടങ്ങണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്താൽ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടും വരില്ല. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അതാണ്. നമ്മുടെ അടുത്ത് ഏതൊരു ക്ലയൻറ്റ് വന്നാലും നമ്മൾ ഫിറ്റ്നസ് അസസ്മെൻറ്റ് ചെയ്യും. ഡയാസ്റ്റാസിസ് റെക്ടയോ ഉണ്ടോ, വേറെ എന്താണ് ഇഷ്യൂ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ വർക്കൗട്ട്സ് കൊടുക്കാറ്. സോ ദാറ്റ് ദ ക്ലയൻറ്റ് ഗെറ്റ്സ് ദ മാക്സിമം ബെനിഫിറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് സേഫ് ഫോർ ദം. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.